നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ 3 PM ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് സിയും നെക്സ്റ്റ് വീക്ക് പി ആണ് എക്സ്പയറിയുടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരൊറ്റ ഡൗൺ ആണ് മേളിൽ നിന്ന് താഴത്ത് വന്നിട്ട് നമ്മുടെ ബോട്ടം ലെവൽ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തിട്ടാണ് പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോയേക്കണത്. ഇത് 5 മിനിറ്റിൻ്റെ ആണ്. നമുക്കത് 15 മിനിറ്റ്സിലേക്ക് ഫ്യൂച്ചർ ഇടണം. സിയിൽ നമുക്ക് 2 മിനിറ്റ് ആക്കണം, പിയിലും 2 മിനിറ്റ് ആക്കണം. വലിയ മാസി മൂവ്മെൻറ്റ് ഓൾറെഡി കഴിഞ്ഞു മാർക്കറ്റിൽ. കറക്റ്റ് 161. ഇനി 3 മണിക്ക് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിൽ അടുത്ത ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അതൊരു എന്താ പറയണ്ട, ഒരു ട്രെൻഡ് മൂവ്മെൻ്റാണ് ഇപ്പോൾ മാർക്കറ്റിൽ ട്രെൻഡ്. അപ്പോൾ അവിടെ നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ ഒരു ലൈൻ ഉണ്ട്. ആ ലൈൻ നമുക്കൊന്ന് വരച്ചു നോക്കാം. കൺസോളേഷനിലേക്കാണ് മാർക്കറ്റ്. അതായത് ഈ ഒരു ബ്ലൂ ലൈനിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ആവാൻ പോകുന്നത്. അതുകൊണ്ട് സിയിൽ ചെറിയൊരു മൂവ്മെൻ്റ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് മാർക്കറ്റ് ആദ്യം വരുന്നൊരു ഏരിയ 207 ആയിരിക്കും. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ഹൈ കാണാൻ പറ്റുന്നില്ല. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ 202 ആണ്. 202 ഒന്ന് ബ്രേക്ക് ചെയ്താൽ 207 ഒരു മൂവ്മെൻറ്റ്. മൂന്ന് മണിയോട് കൂടിയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. 202 ബ്രേക്ക് ചെയ്താൽ 207 മാർക്കറ്റ് പോകേണ്ടതായിട്ടുണ്ട്. 207 ബ്രേക്ക് ചെയ്താൽ 205, 205 ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് 207 ബ്രേക്ക് ചെയ്താൽ 212, 212 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകാനുള്ളൊരു ഏരിയ 224. 25,000 സി നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ്. 25,100 പി അടുത്ത വീക്ക് എക്സ്പയറി ആണ്. ഓക്കെ, 202 ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് കറക്റ്റ് 213, 216 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ആ 216 ബ്രേക്ക് ചെയ്താൽ അടുത്ത ഏരിയ എന്ന് പറയുന്നത് 224 അപ്പോൾ റൈറ്റ് സൈഡിൽ മാർക്കറ്റ് എവിടെ വരണം? 122 വരണം. ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം കയറ്റി ലോക്ക് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 220, 221, 223, 228 അടുത്ത ട്രിഗർ പ്രൈസ്. 228 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു. ഇനി അടുത്ത ടാർഗറ്റ് 3 മണിക്ക് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള ഒരു ഏരിയ 264. ഇനി വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 3 മണിയോട് കൂടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത് ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. ഈ ഡൗണ് മാർക്കറ്റ് എങ്ങോട്ട് വരും? 95 എഗെയിൻ ഡൗൺ ആവും. അപ്പോൾ ഒന്ന് പോയി എന്ന് വെച്ചിട്ട് വേറെ പരാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഒന്ന് പോയിട്ടുണ്ടെങ്കിൽ അടുത്തത് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ 200 നിന്ന് 232 വരെ 36 വരെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. 229 താഴെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഒന്നെങ്കിൽ 229 തൃപ്തിയാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ട്രഗിൾ ചെയ്തിട്ടേ പോകുള്ളൂ. കാരണം ഡെൽറ്റ വാല്യൂ കൂടുതലാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. 3 മണിക്ക് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വന്ന് നിൽക്കാനുള്ള സ്പേസ് 266. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഞാൻ അതിന് കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിലേക്കും കൂടെ പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്.
അപ്പം ഇത് ട്രെയിൽ ചെയ്ത് അങ്ങ് പൊക്കോട്ടെ. ഫൈനൽ ടാർഗറ്റ് നമുക്ക് രാവിലെ കിട്ടാത്തതും ഒക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് വൈകിട്ട് പിടിക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ 226 ആണ്. മാർക്കറ്റ് എങ്ങനെ മുകളിലോട്ട് പോയോ അത് തിരിച്ച് അതേപോലെ തന്നെ താഴത്തോട്ട് വരണം എന്നുള്ളതൊരു സിനാരിയോ ആണ്. അത് ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയും. അത് മാക്സിമം എക്സ്പയറി ഡേയ്സിനൊക്കെയാണ് അത് മെജോറിറ്റി ഉണ്ടാവാറുള്ളൂ. മാക്സിമം ഈ പറഞ്ഞ പോലെ പോട്ടെ. ഇപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ള റെഡ് ലൈനിലാണ് നിൽക്കുന്നത്. മാക്സിമം കയറ്റി വെക്കും. ഒന്നെങ്കിൽ 229 സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞിട്ട് 25 പോയിന്റ് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഗ്രീഡി ഉണ്ടാവും. ഇവിടെ നിന്ന് പോവോ, ബുക്ക് ചെയ്യണോ. അവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് തീരുമാനം. ഒന്നെങ്കിൽ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹാഫ് ഓഫ് ദ പ്രൈസ്, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഒരു റിജക്ഷൻ വരും. 253.52 മാർക്കറ്റിലൊരു റിജക്ഷൻ ഉണ്ട്. പ്രൈസ് കുറച്ചും കൂടെ മുകളിലോട്ട് പോട്ടെ. ഒരു പൊട്ടിക്കും കൂടെ പോയാൽ ഒരു റിജക്ഷൻ വരും. ആ റിജക്ഷനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 226 മാർക്കറ്റ് പോകത്തുള്ളൂ. 257, 260, 266 മുട്ടിയാൽ ഓൾമോസ്റ്റ് ഡണ്ണാണ്. 263, 3 പോയിന്റ്. 267 റൈറ്റ് സൈഡിൽ 95 സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 269. അപ്പോൾ ഒരു 260 ട്രെയിൽ ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നും വരില്ല. ലോസ് പോയിട്ടുണ്ടെങ്കിൽ 200 മുതൽ 266 വരെയാണ് നമ്മൾ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോയത്. 66 പോയിന്റ് 4 മിനിറ്റ് കൊണ്ടാണെന്നൊന്ന് കാര്യം ആലോചിക്കണം. ഒരു വലിയ റൈഡ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇരിക്കണത്. ഇനി 3 മണിക്ക് ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെ പോകും? 291 ഇട്ടായിരിക്കും പോണേ. 257 ഇവിടെ ഒരു കറക്ഷനാണ്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുക്കാം. 266 റെസ്റ്റ് എടുക്കാം. റൈറ്റ് സൈഡിൽ 95 കറക്റ്റായിട്ട് ടച്ച് ചെയ്തപ്പോഴാണ് മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സ് ആയത്. നമ്മൾ പറഞ്ഞ എക്സാക്ട് പ്രൈസിലാണ് മാർക്കറ്റ് ട്രിഗർ ചെയ്തിരിക്കുന്നത്. ആ ട്രിഗർ പ്രൈസാണ് ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ 266 ടാൽ ചെയ്ത് വരച്ചത്. പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ ഇനിയൊരു എൻട്രി ഉള്ളൂ. സിമ്പിൾ റൈഡ് കിട്ടുമ്പോൾ 200 മുതൽ 207 നമ്മൾ എൻട്രി എടുത്ത പ്രൈസ് ഏതാണ്ടൊക്കെ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ആയിരുന്നു. അതായത് 203 മുതൽ 266 വരെ. ഇനി 3 മണിക്കൊന്ന് ട്രാഗിൾ ചെയ്യട്ടെ. മൂന്ന് മണിക്ക് മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 259 ആയിട്ടുണ്ട്. അടുത്ത ട്രിഗർ പ്രൈസ് 291 ആണ്. 91 പോയിൻറ്റ്സ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ 3 മണിക്ക്. ഇപ്പോൾ മാർക്കറ്റ് ചെന്ന് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് 225.275 മാർക്കറ്റ് പോയി നിൽക്കുന്നത്. നെക്സ്റ്റ് ക്യാൻഡിൽ അവിടെ നിന്ന് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ഏരിയ 25, 222, 25, 207. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ലൈവിൽ നമ്മൾ പറഞ്ഞു വെച്ച ഒരു ബോക്സ് ഉണ്ട്. ഒരു 100 പോയിന്റ് 150 പോയിന്റ് ഉള്ളിലായിരിക്കും മാർക്കറ്റ് ഇന്ന് കിടന്ന് കളിക്കണമെന്ന് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാർക്ക് നമ്മൾ രാവിലത്തെ ലൈവിൽ പറഞ്ഞത്. ഇപ്പം അടുത്തൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്നത് ഏരിയ എന്ന് വെച്ചാൽ 3 മണിയായി. ഇവിടെ നിന്നൊരു മാസീവ് മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരൊറ്റടിക്ക് 291 പോവും. അടുത്ത സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം? 200 എന്നുള്ളത് 291 പോയിൻ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റുമെന്ന് നോക്കാം. 271, 25,000 സി ആണ്. നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. കാരണം ഈ ആഴ്ചത്തെ എക്സ്പയറി ആണെന്നുണ്ടെങ്കിൽ വോൾട്ടാലിറ്റി കൂടുതലായിരിക്കും. പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഒരു സ്ട്രഗിളിങ് ഏരിയ ആണ്. ഇവിടെ നിന്ന് കയറിപ്പോകലൊരു ഇത്തിരി പാടാണ്. നല്ല വോളിയത്തോടു കൂടി കയറിപ്പോയാൽ മാത്രമാണ് 266 മാർക്കറ്റ് പോകത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ നേരെ ഡൗൺ ആയിട്ട് പിയിൽ 25, 222 25, 207 മാർക്കറ്റ് ഇന്ന് പര്യവസാനിപ്പിക്കും.
അപ്പോൾ എന്തായാലും ലൈവ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കൂടുതലിരുന്ന് വെറുതെ നമ്മൾ ഗ്രീഡി ആയിട്ട് ട്രേഡൊന്നും എടുത്തിട്ട് ലോസ് ആക്കണ്ട. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സ്ക്രീനും കൂടി ഇട്ടേക്കാം. അതായത് നമ്മുടെ ഗ്രൂപ്പിൽ മെയിൻ ഗ്രൂപ്പിനകത്തൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പബ്ലിക് ടെലഗ്രാം ചാനൽ. ലോസ് റിക്കവറി പ്ലാൻ, നോൺ ഡയറക്ഷണൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. അതായത് ഒന്നും അറിയാത്ത ഒരു ട്രേഡർ ലോസിൽ കുടുങ്ങിയാൽ എങ്ങനെ റിക്കവർ ചെയ്യാം. 4 ടൈപ്സ് ഓഫ് ലോസ് റിക്കവറി പ്ലാൻ. ഒൺലി വൺ കണ്ടീഷൻ, മസ്റ്റ് ഫോളോ എ സ്ട്രാറ്റജി. അത് നമ്മുടെ സ്ട്രാറ്റജി ആണെങ്കിൽ അത്ര ഒന്നല്ല കേട്ടോ. അത് വെച്ചിട്ട് ട്രേഡ് ചെയ്തൊരു വീഡിയോ ആണ് നിലവിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എൻട്രി എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഒരു 1-2 മാസമായിട്ട് ആൾക്കാർക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, എൻട്രി എക്സിറ്റും കാണിക്കുന്നില്ല എന്ന്. നോൺ ഡയറക്ഷണൽ ട്രേഡ്, അതായത് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്തിട്ടാണ് അതിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ആവറേജിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. അതിൽ ഫസ്റ്റ് എൻട്രി 11:43 ആ എൻട്രി നല്ല രീതിയിൽ ലോസിലേക്ക് പോയിട്ട് അതിൽ കാണിച്ചു തരാം. ആദ്യത്തെ എൻട്രി ഇവിടെ ആയിരുന്നു 127. സെക്കൻഡ് എൻട്രി 95. ആ 95ൻ്റെ എൻട്രിയാണ് 160 വരെ മാർക്കറ്റ് പോയിരിക്കുന്നത്. പക്ഷെ അത് ഇത്ര മൂവ്മെൻറ്റ് ഞാനും പ്രതീക്ഷിച്ചില്ല. 122 അത് എക്സിറ്റായി. അത് 4-5 രീതിയിലുള്ള പ്ലാനിങ് ആണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആവറേജ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും ഒന്ന് കാണാൻ ശ്രമിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ്. അപ്പോൾ ഓൾറെഡി മൂവ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഹൈ വോളിയം വന്നാൽ 291 സാധനം ചെന്ന് നിൽക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ട്രേഡിങ്ങിനൊരു പേരുണ്ട്, ഷോർട്ട് ടൈം ട്രേഡിംഗ് എന്ന് പറയും. അതായത് രാവിലെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 60% താഴത്ത് വന്നിട്ടേ മാർക്കറ്റ് ക്ലോസ് ആവത്തുള്ളൂ. സമയം 12 മിനിറ്റ്. 275. ആ 291 പോകാത്ത കാരണം എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു വിക്ക് വരും മുകളിലോട്ട്. ആ വിക്ക് എവിടെ ചെന്ന് ഇടിക്കുമെന്ന് നോക്കാം. ഫസ്റ്റ് വിക്ക് 283. വേണ്ട, ഇനി നോക്കണ്ട. എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ലൈവിലേക്ക് വരാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പോകാം. എന്തായാലും പി നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും തിരിച്ച് മൂവ് ചെയ്യും. കാരണം സപ്പോർട്ട് എടുക്കാനായിട്ട് എവിടെ വരാനുണ്ട്, 247 വരാനുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി പിയിൽ ഒരു മൂവ്മെൻറ്റ് ഇതിന് കണക്കാക്കി ഉണ്ടാവേണ്ടതാണ്. അത് ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ 3 കൊള്ളിച്ചിട്ടോ എന്തായാലും ഒരു പിയിൽ വരാം. പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ 90 ഒരു എൻട്രി എടുത്താൽ പി വലിയ പ്രശ്നം വരാതെ തട്ടുകേടില്ലാതെ പോകാൻ പറ്റും. 91 ഒരു 6 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് ഈ ബ്ലൂ ലൈനിൽ മുട്ടുമ്പോൾ ടാർഗറ്റ് ഇത്രയും കിട്ടുമ്പോൾ ഒരു 6 പോയിൻ്റ് വിട്ട് കൊടുത്തെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഇന്നോ നാളെയൊക്കെ ആയിട്ട് വരത്തുള്ളൂ. ചിലപ്പോൾ ഇന്ന് തന്നെ വരും, ചിലപ്പോൾ നാളെ വരത്തുള്ളൂ. 248 ഇട്ട് ഫാള്. ആ 248 ഇട്ടുള്ള മൂവ്മെൻറ്റ് പിയിൽ പിടിക്കാൻ കിട്ടിയാൽ ഓൾമോസ്റ്റ് കുറച്ചെങ്കിലും ഒന്ന് മുകളിലോട്ട് പി മൂവ്മെൻറ്റ് മുകളിലോട്ട് കയറിപ്പോവും. അത് ഡെഫിനറ്റ്ലി നമുക്ക് കൺഫേം ആയിട്ട് വരാൻ പറ്റുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കാൽപ്പിംഗ് മെത്തേഡിൽ നമുക്ക് കിട്ടാനുള്ള പോയിന്റ് 99. എന്നുവെച്ചാൽ ഏകദേശം ഉറപ്പുള്ളൊരു മൂവ്മെൻറ്റ്, സ്റ്റോപ്പ് ലോസ് അടിച്ചില്ലെങ്കിൽ ഉറപ്പുള്ളൊരു മൂവ്മെൻറ്റ് 99. പതിനാല് മിനിറ്റ് എന്തായാലും ആയുള്ളൂ, കുറച്ച് നേരം കൂടി ഇരിക്കാം.
99 മുട്ടിയാൽ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. $99.95 ഉണ്ട്. പിന്നെ റൗണ്ട് ചെയ്ത് നമ്മൾ 99 പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം DK അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അതിനു മുമ്പ് ഇന്നലെ ഇതേപോലത്തെ ഒരു സെയിം പണി കിട്ടിയതാണ്. ഒരു ലൈൻ നമ്മൾ അക്യുറസി ആയിട്ട് വരച്ചു വെച്ചു, പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ നിന്ന് റിവേഴ്സായി. ആ ഒരു മൈൻഡ് മനസ്സിൽ കിടക്കണ കാരണമാണ് 99.95 പോയെങ്കിലും ഇവിടെ 99 കണ്ടോ, 99 ഈ ബോഡിക്ക് ലെവൽ ചെയ്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 99.95 പോയില്ലെങ്കിലും 99 എന്തായാലും പോകുമെന്ന് പറഞ്ഞത്. അത് കറക്റ്റായിട്ട് അവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണെങ്കിലും ഒരു 3 പോയിൻ്റ് അത്ര കാര്യമായിട്ട് കിട്ടിയില്ലെങ്കിലും. അപ്പോൾ 99 നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എനിവേ, ഓൾ ദി ബെസ്റ്റ്.